ruchibedhangal. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പഴം, ശർക്കര, അതുപോലെ തന്നെ ഗോതമ്പ് പൊടി, തേങ്ങയും കൊണ്ട് നല്ലൊരു അടിപൊളി കിണ്ണത്തപ്പമാണ്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. ടേസ്റ്റ് ആണെങ്കിൽ പറയും വേണ്ട, നല്ല ടേസ്റ്റി ആട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പോൾ പഴമൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ അവർക്ക് കൊടുക്കാം. പിന്നെ ഇത് നമുക്ക് ഇടനേരത്തും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാം കേട്ടോ. നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ആദ്യം നമുക്ക് ശർക്കര അലിയിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 3 വലിയ ശർക്കരയുടെ അച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു 1/4 കിലോ ഉണ്ട് കേട്ടോ. കൂടെ തന്നെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരണം. അലിഞ്ഞ് വന്ന ശേഷം നന്നായിട്ടൊന്ന് അരിപ്പയിലൂടെ അരിച്ച് വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് അലിഞ്ഞ് വന്നതും കുറച്ച് കാഷ്യൂ നട്ട്സ് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിവിടെ മാറ്റി വയ്ക്കുക. അതിനുശേഷം ഇതേ പാനിൽ ഇതേ നെയ്യിൽ ഞാൻ വലിയ 2 നേന്ത്രപ്പഴം നന്നായിട്ട് പഴുത്തതാട്ടോ, അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി. അതിനുശേഷം നമുക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് മിക്സായി കിട്ടിയാൽ മതി കേട്ടോ. ഒരുപാടിട്ട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ ഓപ്ഷണലാട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് പഴം നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് ഇതിൽ ചേർക്കാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്ത പോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടിട്ട് ഇതുപോലെയും ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇതുപോലെ ചെയ്യണമാണ് കുറച്ചുകൂടെ നന്നായി തോന്നി. ഇടയിൽ പഴം കഴിക്കാൻ കിട്ടുന്നത് ഒരു രസമാണ്. ഇനി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ നമ്മൾ അരിച്ച് വെച്ച ശർക്കരയും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മുടെ ചാനലിൽ പഴം കൊണ്ടുള്ള കുറേ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. എല്ലാം കണ്ട് അതുപോലെ ഉണ്ടാക്കി നോക്കുക. എല്ലാം നല്ല ടേസ്റ്റി ആട്ടോ. അപ്പോൾ ഞാനിനി ഇതിലേക്ക് നമ്മുടെ പഴം മിക്സ്ചർ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ റോസ്റ്റ് ചെയ്ത കുറച്ച് കാഷ്യൂസ് എടുത്ത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി കിട്ടാനായിട്ട് ഞാൻ വീണ്ടും 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ച് കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു കൺസിസ്റ്റൻസി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് ഇത് ഒഴിച്ചിട്ട് വേണം ആവി കയറ്റി എടുക്കാനായിട്ട്. ഞാൻ ഇന്നൊരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൽ അടിയിലായിട്ടൊരു വാഴയില വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മേൽഭാഗം ഇടുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഇനി ഈ പഴക്കൂട്ട് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത ശേഷം നെയ്യ് തടവി ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിന് മുകളിലായിട്ട് ഈ തട്ട് തല തിരിച്ച് വെച്ചിരിക്കുക കേട്ടോ. കാരണം എന്നാലേ കേക്ക് ടിൻ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ഇനി ഇതൊരു പ്ലേറ്റ് വെച്ച് അടച്ച് വെക്കണം. ശേഷം ഒരു 30 മിനിറ്റ് നന്നായിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഇറങ്ങാതിരിക്കാനാണ് ഞാൻ ഈ പ്ലേറ്റ് വെച്ചത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, കറക്റ്റായിട്ട് വെന്ത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ പ്ലേറ്റിലൊക്കെയാണ് സ്പ്രെഡ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് ഒന്ന് ആറിയ ശേഷമാണ് ഞാനിതൊന്ന് അൺമോൾഡ് ചെയ്യണത്. അതിന് ശേഷം ഇതാ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇലയൊക്കെ വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, പ്ലെയിൻ ആയിട്ടുള്ള ഇല നോക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ആ തണ്ട് ഭാഗം വരാതെ. കാരണം ഞാൻ തണ്ട് ഭാഗം ഉള്ളത് വെച്ചത് കൊണ്ടാണ് ഇവിടെ ഒരു ചെറിയൊരു കുഴി പോലെ കാണാൻ പറ്റണേ. അത് കുഴപ്പമൊന്നുമില്ല, കാണാൻ നല്ല ഭംഗിയുണ്ടാവും നല്ല പ്ലെയിൻ ആയിട്ട് കിടന്നാലല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പഴം കൊണ്ടുള്ള കിണ്ണത്തപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതിന് ശേഷം അഭിപ്രായം തരണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഓൾ.